സ്ഥാപനങ്ങളുണ്ട്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പോൾ ജാസിനെ ബസ്സിൽ കയറ്റിയിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര തരുമോ? പിന്നെന്താ, ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ സൗജന്യം തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടക്കും. ഉറപ്പാണ്. പിന്നെന്ത് ആസി അതിന് സ്ത്രീകൾക്കല്ലേ ഈ ഒരു സൗജന്യ യാത്ര പറഞ്ഞേക്കുന്നത്. ഈ ഒരു KSRTC അത് UDF സർക്കാർ വന്നാല് KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജാസി എങ്ങനെയാണ് പ്രതിഷേധിക്കുന്നത് ഒന്ന് മനസ്സിലാവുന്നില്ല. ഏത് രീതിയിലാണ് പ്രതിഷേധിക്കുന്നത്? സ്ഥാപനങ്ങളുണ്ട്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പോൾ ജാസിനെ ബസ്സിൽ കയറ്റിയിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര തരുമോ? പിന്നെന്താ, ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ സൗജന്യം തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടക്കും. ഉറപ്പാണ്. പിന്നെന്ത് കേട്ടോ, ജാസ്തി ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞെങ്കിൽ വ്യക്തമായിരുന്നേനെ. എന്തായാലും ബസ്സിൽ കയറുന്നതും കയറാത്തൊക്കെ നിങ്ങളുടെയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ സ്ത്രീകൾക്കാണല്ലോ ഈ ഒരു KSRTC സൗജന്യ യാത്ര പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ ഒരു ജാസി ഏത് ഗണത്തിൽ പെടും മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ സർജറി ചെയ്ത ഒരു ട്രാൻസ് വുമൺ ആയിരിക്കണം. പക്ഷെ ഇതും അങ്ങനെയല്ല. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പോലും നിങ്ങൾ ആരും അംഗീകരിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു സൗജന്യ യാത്രയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് ഒന്ന് മനസ്സിലാവുന്നത്? പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ബസ്സിൽ കയറിയിട്ട് ഞാൻ ട്രാൻസ് വുമൺ ആണെന്ന് പറയൂ. അങ്ങനെ പറയാനും ജാസിക്ക് ഒരു യോഗ്യതയില്ല. ജാസി സർജറി ചെയ്യാണ്ട് ഞാൻ സ്ത്രീയാണ്, ഞാൻ ട്രാൻസ് വുമൺ ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിച്ച് തരുമോ? അതെവിടത്തെങ്കിലും ന്യായമാണോ? എന്താ ജാസി ഇങ്ങനെ വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നത്? ആരെയും ചുറ്റി ചുരിദാർ ഇട്ട് കുറെ മേക്കപ്പ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു സിലിക്കോണും കുത്തിക്കയറ്റെന്ന് പറഞ്ഞിട്ട് സ്ത്രീ ആവത്തില്ല. ഒന്നുകിൽ സർജറി ചെയ്യേണ്ട കാര്യങ്ങൾ സർജറി ചെയ്യുക. അത് ചെയ്യാണ്ട് ഒരെണ്ണം മാത്രം വച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ സ്ത്രീയാണ്, സ്ത്രീ ആകത്തില്ല, എന്നിരുന്നാലും ഞാൻ സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിച്ച് തരുമോ? അതാരെങ്കിലും അംഗീകരിച്ച് തരുമോ? അതും ഇവിടെയല്ല, അങ്ങ് ഗവിയിലാണ് യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ അടുത്തൊന്നും പോകണ്ട, അങ്ങ് ഗവിയിൽ നല്ല നീണ്ട യാത്ര പോകാനാണ് ഇഷ്ടം. എന്തൊക്കെ ഈ ജാസി വിളിച്ച് പറയുന്നത്? ആദ്യം പോയി വേണ്ട സർജറിയൊക്കെ ചെയ്ത് ഗവൺമെന്റിന്റെ ഒരു അപ്രൂവൽ ഉണ്ട്, ആ ഒരു അപ്രൂവലൊക്കെ മേടിച്ച് അങ്ങനെ കാര്യം ചെയ്യും. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, ട്രാൻസ് വുമൺ ആണെന്നെങ്കിലും പറയാം. ഇത് അങ്ങനെയല്ല, ചുമ്മാ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ അങ്ങ് വിളിച്ച് പറയാണ്. സ്ത്രീകൾക്ക് മാത്രം ഉള്ളതാണ് ഈ ഒരു സൗജന്യ യാത്ര. ഇങ്ങനെ പറഞ്ഞ് അത് സ്ത്രീകൾക്ക് ഇല്ലാണ്ടാക്കരുത്. അതാണ് ആദ്യം ചെയ്യാനുള്ളത്. എന്തായാലും ഇതുപോലെ സർജറി ചെയ്ത ആൾക്കാരുണ്ട്. ആ ഒരു ആൾക്കാരുടെ കൂട്ടത്തിൽ പോലും ജാസിയെ കൂട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ ആഷിക്കെങ്കിലും പറഞ്ഞു കൊടുത്തെങ്കിൽ ജാസിക്ക് മനസ്സിലാകുമായിരുന്നല്ലോ. ഇതിപ്പം മേളത്തത് മാത്രം വച്ച് പിടിപ്പിച്ചിട്ട് ബാക്കിയുള്ളതൊന്ന് റിമൂവ് ചെയ്യാണ്ട് ഞാൻ സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കും? ഇതൊക്കെ ആര് സമ്മതിച്ചു തരുന്ന കാര്യങ്ങളാണ്? സർജറിയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുമെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഒന്നുകിൽ ആണിൽ ഉറച്ചു നിൽക്കുക, ഇല്ലെങ്കിൽ പെണ്ണിൽ ഉറച്ചു നിൽക്കുക. ഇത് രണ്ടിലും ഉറച്ചു നിൽക്കാതെ ഒരു പകുതി ആണും പകുതി പെണ്ണായിട്ട് നിന്നാൽ ആരെങ്കിലും സ്ത്രീ എന്നുള്ള രീതിയിൽ അംഗീകരിക്കുമോ? എന്താ ജാസ്തി ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടേ? ചിന്തിക്കൂ. എന്തായാലും കൊള്ളാം. എന്തായാലും ജാസി ഗവിയിലൊക്കെ യാത്ര പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. മിക്കവാറും സർക്കാർ ഇതിൽ എന്തായാലും കുഴയും. കാരണം ഇങ്ങനെ ചെന്നിട്ട് നമുക്കും സൗജന്യ യാത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യും?